അതായത് രജപുത്രന്മാര് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ. ഈ ശിവജി മഹാരാജാവ് അവരൊക്കെ അതിൽ പെട്ടതാണ്. ശിവജി ഒക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഓക്കെ, ഉം. ശിവജി ഉം ഉം. അതുപോലെ ലൈക്ക് സാംബശിവ, ഓക്കെ, ഇവരൊക്കെ ലൈക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വരുന്നവരാണ്. ബട്ട് എനിവേ രജപുത്സ് എന്ന് പറയുന്നത് ഓക്കെ, ഗുർജാല പ്രതിഹാരാസിന്റെ ഒക്കെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് പിന്നീട് വരുന്നവരാണ് രജപുത്സ് എന്ന് പറയുന്നത്. സോ ദേ വേർ ദേർ. അപ്പം ഒരു കാലത്ത് ഓക്കെ. അവര് ഹിവർ ലൈക്ക് വെരി സ്ട്രോങ്. ഈ മറാത്ത കോൺഫെഡറസിയിൽ വരുന്ന ഒരു വിഭാഗമാണ്, അല്ലെങ്കിൽ രജപുത് കോൺഫെഡറസിയിൽ വരുന്ന ഒരു വിഭാഗമാണ് മറാത്ത എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും ഡെപ്തിലേക്ക് ഇപ്പൊ നിങ്ങൾ പോണ്ട, അതൊക്കെ അവിടേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇതിന്റെ അകത്ത് തന്നെ ലൈക്ക് ഉം വേറെ 4-5 കാറ്റഗറീസ് വരുന്നുണ്ട്. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഡെപ്തിലേക്ക് എനിക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അത് ജസ്റ്റ് ഇവിടെ നിങ്ങൾ ഉം മനസ്സിലാക്കുക. ഉം. ഇവിടെ രജപുത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, രജപുത്ത് രാജവംശം അവരിവിടെ ഓക്കെ. ഉണ്ടായിരുന്നു. അവരെ പരാജയപ്പെടുത്തി അവരുടെ ഒരു സുപ്രീമസി ഇല്ലാതാക്കിയതും പറയുന്ന മുഗൾസ് അല്ലെങ്കിൽ ബാബർ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശേഷം വരുന്ന ഒരു ഭരണമാണ് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ ഭരണം ഡൽഹിയിൽ വന്നതിന് ശേഷം സംഭവിച്ച മാറ്റങ്ങളാണ്. ഇത് ക്ലിയർ ആണോ? ആ ക്ലിയർ. ഓക്കെ, ഹസന ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ഫൈൻ. ഇനി അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഭരണം ആരംഭിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു രാജാവിൽ നിന്ന്, ഇപ്പൊ ബാബറിൽ നിന്ന് ഇനി അടുത്ത ആളിലേക്ക് അധികാരം കൈമാറ്റം ചെയ്യണം. ഓക്കെ, ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് റേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബാബറിൽ നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ അധികാരം അടുത്ത രാജാവിലേക്ക് കൈമാറ്റം ചെയ്യണം. അപ്പൊ ഒരു രാജാവിൽ നിന്ന് അടുത്ത രാജാവിലേക്ക് അധികാരം കൈമാറ്റം ചെയ്യാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട്, ഏതൊക്കെ രീതിയിലാണ് അടുത്ത രാജാവിനെ നമ്മൾ തിരഞ്ഞെടുക്കുക? ഹെറിഡിറ്ററി. ഹെറിഡിറ്ററി ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം മൂത്ത ആൾക്ക് കൊടുക്കും, അല്ലെ? അതായത് ഇപ്പൊ ലൈക്ക് ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ അതിൽ മൂത്ത ആൾക്കായിരിക്കും രാജ്യത്തിന്റെ, മൂത്ത ആൺമകന് രാജ്യത്തിന്റെ അധികാരം കൊടുക്കും. ഇതൊരു ലൈക്ക് നോർമൽ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് ഹെറിഡിറ്ററി മെത്തേഡ്. ഹെറിഡിറ്ററി എന്ന് പറയുമ്പോൾ ലൈക്ക് ഒന്നെങ്കിൽ മൂത്ത ആൾക്ക് കൊടുക്കാം, ഇനി അതല്ലെങ്കിൽ ഈ പറയുന്ന ഹെറിഡിറ്ററിയിൽ തന്റെ രാജ്യം വിഭജിച്ചിട്ട് എല്ലാ ആൺമക്കൾക്കും കൊടുക്കാം. അപ്പൊ 3 പേരുണ്ടെങ്കിൽ 3 പേർക്കും കൂടെ രാജ്യം എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഇതും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇനി അതല്ലെങ്കിൽ നേരത്തെ ഇൽത്തുമിഷിന്റെ കാലഘട്ടത്തിൽ ചെയ്ത പോലെ അതിൽ ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള ആൾക്ക് രാജ്യം കൊടുക്കാം. അപ്പൊ അദ്ദേഹം നോക്കിയ സമയത്ത് അത് സുൽത്താന റസി ആയിരുന്നു. ഓക്കെ, അത് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ബോൺ ആയിരുന്നില്ല. അതുപോലെ അദ്ദേഹം തന്റെ രാജ്യം ഡിവൈഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മോസ്റ്റ് കേപ്പബിൾ ആയിട്ടുള്ളത് ആരാണോ അയാൾക്ക് കൊടുക്കും. അപ്പൊ ഈ 3 രൂപത്തിലും നമുക്ക് ഹെറിഡിറ്ററി മെത്തേഡിൽ എന്ത് ചെയ്യാം, രാജ്യ കൈമാറ്റം നടത്താൻ പറ്റും. ഇത് ക്ലിയർ ആണോ ഈ 3 മെത്തേഡ്? ക്ലിയർ ആണ്. ഇവിടെ ഓക്കെ, അതായത് ഇവിടെ എൽഡസ്റ്റ് സൺ, ഓക്കെ, എൽഡസ്റ്റ് സൺ ആണ് വരുന്നത്. ഇവിടെ ഈക്വലി ഡിവൈഡഡ് ആണ്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഹൂ ഇസ് ദ കേപ്പബിൾ, അദ്ദേഹത്തിന് കിട്ടും. അപ്പം ഇത്തരത്തില് എൽഡസ്റ്റ് സണ്ണിന് കൊടുക്കുന്നതിനെയാണ് പ്രൈമോ ജെനിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈമോ ജെനിറ്റർ. പ്രൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അല്ലെങ്കിൽ ആദ്യത്തേത് എന്നുള്ള അർത്ഥത്തില് പ്രൈമോ ജെനിറ്റർ. ജെനിറ്റർ എന്ന് പറയുന്ന സമയത്ത് ജനിച്ചത്. ഓക്കെ, പ്രൈമോ ജെനിറ്റർ, ആദ്യം ജനിച്ച ആൾക്ക് കൊടുക്കുന്നതിനെയാണ് പ്രൈമോ ജെനിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് ക്ലിയർ ആണോ? പ്രൈമോ ജെനിറ്റർ എന്ന് പറയുന്നത് ആദ്യത്തിൽ ജനിച്ച ആൾക്കാണ് കൊടുക്കുന്നത് എന്നുള്ളത്. ക്ലിയർ ആണ്. Then അടുത്തത് ഈ ഒരു രാജ്യത്തിനെ ഈക്വൽ ആയിട്ട് എല്ലാ ആളുകളിലേക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് കോ പാർസനറി എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയിരിക്കുന്ന രാജ്യത്തിന് എല്ലാവർക്കും ഒരേപോലെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കോ പാർസനറി എന്ന് പറയുന്നത്. അപ്പം മുഗൾസ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന കോ പാർസനറി ആയിരുന്നു. ഓക്കെ, പ്രൈമോജെനിറ്റർ എന്ന് പറയുന്ന സംവിധാനം മുഗൾസിന് ഉണ്ടായിരുന്നില്ല. ഉള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യും, ഓരോരുത്തർക്കും ഡിവൈഡ് ചെയ്ത് കോ പാർസണറി ആയിട്ട് കൊടുക്കും. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആള്, ഓക്കെ, മോർ കേപ്പബിൾ അല്ലെങ്കിൽ മോർ സ്ട്രോങ് ആയിട്ടുള്ള ആള് ചിലപ്പോൾ ബാക്കിയുള്ള എല്ലാവരെയും കൊന്നു കളഞ്ഞിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ളവർ യുദ്ധം ചെയ്തിട്ട് വീണ്ടും ഡൽഹി പിടിച്ചെടുത്തിട്ട് മറ്റുള്ള എല്ലാവരെയും എന്ത് ചെയ്യും, അവരിൽ നിന്നെല്ലാം പ്രദേശങ്ങൾ തന്റേതാക്കിയിട്ട് മാറ്റും. സോ ഇറ്റ് ഹാപ്പൻ വിത്ത് എവ്രി വൺ. ഓക്കെ, പക്ഷെ അവർക്ക് കുറെ ഭാര്യമാരില്ലേ സാർ, അതിന് കുറെ മക്കളെ. എങ്ങനെ? അല്ല, മുഗൾ രാജാക്കന്മാർക്ക് കുറെ ഭാര്യമാര്, അതിന് കുറെ മക്കളും ഇല്ലേ? ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ലൈക്ക് ഒരു രാജാവ് അദ്ദേഹത്തിന് 10-20 ഭാര്യമാരുണ്ടായിരിക്കും. പക്ഷെ ഈ എല്ലാ ഭാര്യമാരെയും ഈ രാജാവ് ഒരേപോലെ കൺസിഡർ ചെയ്യണമെന്നില്ല. ഈ രാജാവിന് ഇഷ്ടപ്പെട്ട ഒരു 2-3 ഭാര്യമാരുണ്ടായിരിക്കും. ഇവരുടെ മക്കളെ മാത്രമേ പ്രൈം ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പം പ്രധാനമായിട്ടും ഷാജഹാനും ഔറംഗസേബും തമ്മിൽ ഈ ഒരു ഉടക്കുണ്ടാവുന്നതിന് വേണ്ടിയിട്ടും അവസാന കാലങ്ങളിൽ ഷാജഹാനെ പിടിച്ച് ഔറംഗസേബ് തുറങ്കലിലാക്കാനൊക്കെ ഉള്ള കാരണം ഈ ഒരു സോഷ്യൽ സിസ്റ്റം അന്ന് എക്സിസ്റ്റ് ചെയ്തതുകൊണ്ടാണ്. ഔറംഗസേബിനെ എപ്പോഴും ഷാജഹാൻ ഒരു താഴ്ന്ന രൂപത്തിലായിരുന്നു പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ എത്തിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ചുകൂടെ അതിന്റെ ആ ഒരു പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ ചെറുപ്പത്തിൽ അയാളുടെ ഒരു ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റ്, ഔറംഗസേബിന്റെ ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റ് ആ ഒരു പെർസ്പെക്റ്റീവിലായിരുന്നു. ബിക്കോസ് ദാറ്റ് വാസ് ദ കൈൻഡ് ഓഫ് ദ ട്രീറ്റ്മെന്റ് ഹി ഗോട്ട് ഫ്രം ഹിസ് ഫാദർ. ഒരിക്കലും അദ്ദേഹത്തിനെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പരിഗണിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും അതായത് ഡൽഹിയിൽ നിന്ന് എത്രത്തോളം ദൂരെ നിർത്താൻ പറ്റുമോ അത്രത്തോളം ദൂരെയായിരുന്നു ഔറംഗസേബിനെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതും പ്രധാനപ്പെട്ട ചുമതലകളൊന്നും കൊടുക്കാത്ത രൂപത്തില്. അപ്പം ഈ ഒരു ലൈക്ക് എ ഫോം ഓഫ് നെഗ്ലക്ട്. ലൈക്ക് വൺ റീസൺ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഭാര്യമാരിൽ ഉണ്ടായ ഒരാളല്ല ഔറംഗസേബ് എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് തിങ്, ഡെഫിനറ്റ്ലി ആ ഒരു രാജവംശത്തിൽ ഇവർക്ക് അറിയാൻ പറ്റും, ഈ രാജാവിന് അറിയാൻ പറ്റും
തനിക്കൊരു ത്രെട്ട് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ മോസ്റ്റ് കേപ്പബിൾ ആയിട്ട് വരുന്നത് ആരാണ് എന്നുള്ളത്. ഓക്കെ, ആ ഒരു കാലഘട്ടത്തിൽ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹുമയൂണുമായിട്ട് റിവോൾട്ട് ചെയ്തിട്ടാണ്. ഓക്കെ, ഹുമയൂണിന്റെ മക്കളിൽ റിവോൾട്ട് ചെയ്തിട്ട് അതിൽ അധികാരത്തിലേക്ക് വരുന്നതാണ് അക്ബർ. അക്ബറിന്റെ മക്കളിൽ റിവോൾട്ട് നടത്തിയിട്ട് അതിൽ അധികാരത്തിലേക്ക് വരുന്നതാണ് ജഹാംഗീർ. ജഹാംഗീറിന്റെ മറ്റു മക്കളുമായിട്ട് റിവോൾട്ട് നടത്തിയിട്ടാണ് ഷാജഹാൻ വരുന്നത്. സോ സ്വാഭാവികമായിട്ടും പിന്നെ വരാൻ പോകുന്നത് ആരായിരിക്കും? ഇദ്ദേഹത്തിന്റെ മക്കളുടെ ഇടയിലായിരിക്കും അടി നടക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിന്റെ മക്കളിൽ മൂത്ത മകനോട് ഇദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു സ്നേഹം ഉണ്ടായിരുന്നു. ബട്ട് ഹി വാസ് നോട്ട് ദാറ്റ് കേപ്പബിൾ. അപ്പം സ്വാഭാവികമായിട്ടും ഔറംഗസേബിനെ മാറ്റി ഇദ്ദേഹത്തിന്റെ കൂടെ തന്നെ എപ്പോഴും ഡൽഹിയിൽ ഇദ്ദേഹത്തിന്റെ സിംഹാസനത്തിന്റെ തൊട്ട് വലത് ഭാഗത്തായിട്ട് ഇരുത്തിയിരുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു മൂത്ത മകനായിരുന്നു. അപ്പം അത് സ്വാഭാവികമായിട്ടും ഔറംഗസേബിന്റെ ഉള്ളിൽ അമർഷം ഉണ്ടാക്കി അദ്ദേഹം പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹത്തിനൊക്കെ കൊന്നു കളഞ്ഞിട്ട് ഷാജഹാനെ തടവിലാക്കിയിട്ട് അധികാരത്തിലേക്ക് വരുന്നു. സോ ഇറ്റ് വാസ് പാർട്ട് ഓഫ് ദി ദാറ്റ് കിങ്ഷിപ്പ് ബാക്ക് ദെൻ. അപ്പം ഇന്ന് നമ്മൾ ഡെമോക്രസി എന്ന് പറയുന്നു, അതായത് എലക്റ്റഡ് ആവുന്നു, അതിൽ ആര് ജയിക്കുന്നു അവർ അധികാരത്തിലേക്ക് വരുന്നു. നല്ലതായാലും ചീത്തയായാലും ജനങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് അദ്ദേഹം ജയിച്ചിട്ടുണ്ടെങ്കിൽ ഹി ഈസ് ഇൻ ടു ദ പവർ. ദ സെയിം വേ ഇവിടെ ആരാണോ കയ്യൂക്കുള്ളവൻ ഹി വിൽ ഗെറ്റ് ഇൻ ടു ദ പവർ. ഓരോ കാലഘട്ടത്തിലും അന്ന് എക്സിസ്റ്റ് ചെയ്യുന്ന സോഷ്യൽ സിസ്റ്റത്തിൽ ഇറ്റ് വാസ് റൈറ്റ്. ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്നത്തെ പെർസ്പെക്റ്റീവിൽ വി കനോട്ട് ജഡ്ജ് ഇത്. ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്നത്തെ നമ്മുടെ എത്തിക്കൽ സ്റ്റാൻഡേർഡിൽ എത്തിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറയാണ് ഇതൊക്കെ വളരെ തെറ്റായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ്. അതിപ്പോ നമ്മൾ ഒരു 50 വർഷം അല്ലെങ്കിൽ 100 വർഷം കഴിഞ്ഞിട്ട് അന്നുള്ള ആൾക്കാർ നമ്മളെ നോക്കിയിട്ട് പറയും അയ്യേ അന്ന് ഇവർ ഇങ്ങനെയൊക്കെയാണോ ജീവിച്ചത്, ദേ വർ റോങ് എന്നുള്ള രൂപത്തിൽ അവർ നമ്മളെ ജഡ്ജ് ചെയ്യും. അപ്പൊ നമ്മുടെ ഇന്നത്തെ സോഷ്യൽ സർക്കംസ്റ്റാൻസസിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മൾ ഇന്നത്തെ നമ്മുടെ എത്തിക്സ്, മൊറാലിറ്റി ഇതൊക്കെ നമ്മൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പൊ അന്നത്തെ മൊറാലിറ്റി എന്ന് പറയുന്നത് ഈ രൂപത്തിലായിരുന്നു. എനിക്ക് കഴിവുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇൻ ടു ദ പവർ. സോ ഇറ്റ് ഹാപ്പൻ വിത്ത് എവ്രി വൺ. നമ്മളിപ്പം ഗ്രേറ്റ് എന്ന് പറയുന്ന അക്ബറിന്റെ കേസിൽ പോലും ഇറ്റ് ഹാപ്പൻ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഹസിന് ഡൗട്ട് ഒന്നുമില്ലല്ലോ? എനിത്തിങ്? ഓക്കെ. സോ കോപാർസനറി അതുപോലെ പ്രൈമോജെനിറ്റർ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും മുഗൾ അധികാരത്തിലേക്കുള്ള വടംവലി കൂട്ടുന്നതിന് കാരണമായി. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ മുഗൾസിന്റെ ഇടയിൽ ഈ രൂപത്തിൽ അടി നടക്കുന്നതിനൊക്കെ ഇത് പലപ്പോഴും കാരണമായിട്ടുണ്ട്, ഈ ഒരു പ്രൈമോജെനിറ്റർ സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ആര് അധികാരത്തിലേക്ക് വരുന്നുള്ളത് ഇവർ തമ്മിൽ അടി കൂടിയിട്ടാണ് പലപ്പോഴും തീരുമാനിച്ചിട്ട് ഉണ്ടായിരുന്നത്. ബട്ട് എനിവേ ഈവൻ ദോ ഇതെല്ലാം നിന്നിട്ടുണ്ടെങ്കിൽ പോലും ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ് അത് സ്റ്റേബിൾ ആയിട്ട് തന്നെ ഒരു റൂളർ കഴിഞ്ഞ് പെട്ടെന്ന് അടുത്ത റൂളർ വന്നു, അങ്ങനെ തന്നെ അത് പോയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു രാജാവിന്റെ അവസാന കാലഘട്ടം ആകുമ്പോഴേക്കും മകൻ അയാളെ പുറത്താക്കിയിട്ട് എന്ത് ചെയ്യും? അധികാരത്തിലേക്ക് എത്തും, സഹോദരന്മാരെ മുഴുവൻ ബന്ദികളാക്കും. സോ ഇറ്റ് കണ്ടിന്യൂ. ഓക്കെ, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അപ്പൊ മുഗൾസിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എങ്ങനെയായിരുന്നു? അപ്പൊ സ്വാഭാവികമായിട്ടും രാജാവിന് എല്ലാ പ്രദേശത്തും പോയിട്ട് നികുതി കളക്ട് ചെയ്യാൻ, അതുപോലെ ഇത്രയും വലിയൊരു ആർമി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനൊന്നും സാധിക്കില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ രാജ്യത്തിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്തു. ഇപ്പൊ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം, അതിനെ നമ്മൾ ഡിഫറെന്റ് സംസ്ഥാനങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു. ആ സംസ്ഥാനങ്ങളെ ഡിഫറെന്റ് ജില്ലകളായിട്ട് ഡിവൈഡ് ചെയ്തു. ആ ജില്ലകളെ നമ്മൾ ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തു. ബ്ലോക്കുകളെ നമ്മൾ പഞ്ചായത്തുകളായിട്ട് എന്ത് ചെയ്തു? ഡിവൈഡുകൾ ചെയ്തു. പഞ്ചായത്തിന് നമ്മൾ വീണ്ടും വാർഡുകളായിട്ട്, മുനിസിപ്പാലിറ്റിന്റെ വാർഡുകളായിട്ട്, പഞ്ചായത്തിന്റെ ആസ് പഞ്ചായത്തായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. ഓക്കെ, വലിയ പഞ്ചായത്തൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? പിന്നീട് വാർഡുകളാക്കുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അതിന്റെ ലോവർ ലെവലുകളിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വെക്കുന്ന സമയത്ത് മാത്രമേ ഒരു ഹൈറാർക്കിയൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലെ ഏറ്റവും ലോവർ ലെവല്, അതിന് തൊട്ട് മുകളിലുള്ള അടുത്ത ലെവല്, ഓക്കെ, അതിന് മുകളിലുള്ള അടുത്ത ലെവല്, അതിന് മുകളിലേക്ക് ടീം, ഈ ഒരു രൂപത്തിലേക്ക് പ്രോപ്പർ ആയിട്ട് അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. ഈ രാജാവിന് ഇവരെ മാത്രം നോക്കിയാൽ മതി. ഇവരെന്ത് ചെയ്യണം? അതിന് താഴെയുള്ള ആൾക്കാരെയൊക്കെ നോക്കിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള റവന്യൂ എന്താണ്, മിലിറ്ററി എന്താണ്, ഓക്കെ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവര് രാജാവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ രാജാവ് ഇങ്ങോട്ടേക്ക് പ്രഷർ കൊടുക്കുമ്പോൾ ദാറ്റ് പ്രഷർ വിൽ റീച്ച് ഹിയർ. ഓക്കെ, ഒരു പ്രോപ്പർ ഹൈറാർക്കിയൽ സിസ്റ്റം ആണ് എന്നുണ്ടെങ്കിൽ അത് താഴത്തേക്ക് തന്നെ എത്തും. ഇപ്പൊ നിങ്ങൾ നമ്മുടെ സിവിൽ സർവീസിന്റെ യുണീക്ക് ഫീച്ചേഴ്സ് പഠിക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു യുണീക്ക് ഫീച്ചർ എന്ന് പറയുന്നത് ഹൈറാർക്കിയൽ സിസ്റ്റം ആണ്. ഓക്കെ, ഹൈറാർക്കിയൽ സിസ്റ്റം, ഒരു ഹൈറാർക്കിയൽ സിസ്റ്റം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. സ്റ്റാർട്ടിങ് ഫ്രം ദ ടോപ്പ്, അതായത് ഇപ്പോൾ ഒരു സംസ്ഥാനത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ചീഫ് മിനിസ്റ്റർ, ഓക്കെ, അദ്ദേഹത്തിന് ശേഷമായിട്ട് അദ്ദേഹത്തിന്റെ മിനിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, സെക്രട്ടറീസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ അതിനുശേഷം ഓരോ ഡിപ്പാർട്ട്മെന്റൽ സെക്രട്ടറീസ് ഉണ്ടായിരിക്കും. അതിന് താഴത്തേക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള അണ്ടർ സെക്രട്ടറി, അങ്ങനെ അതിന്റെ താഴത്തേക്ക് ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് ആൾക്കാർ ഉണ്ടായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇന്നും നമുക്ക് കാണാൻ പറ്റും. ദ സെയിം വേ ബാക്ക് ദെൻ ആൾസോ ദർ എക്സിസ്റ്റഡ് എ സിസ്റ്റം. രാജാവ് ഉണ്ടായിരുന്ന ഏറ്റവും ടോപ്പിൽ അതിന് പിന്നീട് എന്ത് ചെയ്തു? പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഈ ഒരു ഡിവിഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു റിമെമ്പർ പ്രോപ്പർ ആയിട്ട്. ഓക്കെ, ആ ഒരു ഡിവിഷൻ എങ്ങനെയായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, ആ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിവിഷൻ എങ്ങനെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു എൻറ്റയർ കിങ്ഡത്തിനെ, ഓക്കെ, ആ ഒരു എൻറ്റയർ കിങ്ഡത്തിനെ ഫസ്റ്റ് ഇറ്റ് വിൽ ബി ഡിവൈഡഡ്
ഇൻടു സർക്കാർ. ഓക്കെ, നമ്മൾ സംസ്ഥാനങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ അന്ന് രാജ്യത്തിനെ, അതായത് ലൈക്ക് രാജ്യമുണ്ട്, ഓക്കെ, കിങ്ഡം ഇസ് ദിയർ, ഈ രാജ്യത്തിനെ സർക്കാർ ആയിട്ട് ഡിവൈഡ് ചെയ്യും. സർക്കാർ. ഓക്കെ, കാരണം ഈ വാക്കൊക്കെ പേർഷ്യൻ വാക്കുകളൊക്കെയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് മുഗൾസിന്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് യു ക്യാൻ ഇൻക്ലൂഡ് ദിസ് ആൾസോ. ദേ കോൺട്രിബ്യൂട്ടഡ് ഡിഫറെന്റ് വേർഡ്സ്. ഓക്കെ, സർക്കാർ, വക്കീൽ, ഇങ്ങനെ ഒരുപാട് പുതിയ വാക്കുകൾ, അദാലത്ത്, ഇങ്ങനെ പല വാക്കുകളും ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലേക്കൊക്കെയുള്ള പല വാക്കുകളും അവർ കോൺട്രിബ്യൂട്ട് ചെയ്തതാണ്. അപ്പം ഈ കിങ്ഡത്തിനെ ഡിഫറെന്റ് സർക്കാരുകളായിട്ട് ഡിവൈഡ് ചെയ്തു. ആ സർക്കാരുകളെ പരഗനാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, പരഗനാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഈ പരഗനാസിനെ സുബ ആയിട്ട് ഡിവൈഡ് ചെയ്തു. സുബ, പരഗന, സർക്കാർ, ഈ രൂപത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ സുബ എന്ന് പറയുന്ന ഈ ഒരു ലോവസ്റ്റ് ലെവലിനെ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് ലൈക്ക് ദ മൗസ. മൗസ. ഓക്കെ, സോ ഈ ഒരു ഓർഡർ ഒന്ന് ഓർത്ത് വെക്കുക. ഒരു രാജ്യമുണ്ട്, ആ രാജ്യത്തിന് സർക്കാർ എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ ചെറിയ പ്രൊവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിനെ വീണ്ടും പരഗ്നാസ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തു. അതിനെ വീണ്ടും സുബ എന്ന് പറയുന്ന രൂപത്തിലേക്ക് വീണ്ടും ഡിവൈഡ് ചെയ്തു. സുബകളെ വീണ്ടും എന്ത് ചെയ്തു? മൗസ എന്ന് പറയുന്ന രൂപത്തിലേക്ക് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഈ ഡിവിഷൻ അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ ആരാണ് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷേർഷാ സൂരിയാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇത് ആരാന്നുള്ളത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഓക്കെ, ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ കൊണ്ടുവന്നത് ഷേർഷാ സൂരിയാണ്. ആ പേര് മാത്രം ഒന്ന് അവിടെ ഓർത്ത് വെക്കുക. ബാബർ കഴിഞ്ഞ് ഹുമയൂൺ ആകുന്ന സമയത്ത് ഞാനത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. അപ്പം ഈ ഒരു പ്രോപ്പർ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം കൊണ്ടുവന്നത് ഷേർഷാ സൂരിയാണ്. ഇനി ഇതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ എന്ന് പറയുന്നത്. ഇനി മിലിറ്ററിയിലേക്ക് വരുന്ന സമയത്ത്, ഓക്കെ, മിലിറ്ററിയിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. ഇനി മിലിറ്ററിയിലേക്ക് വരുന്ന സമയത്ത്, ഓക്കെ, മിലിറ്ററി സിസ്റ്റം അല്ലെങ്കിൽ മിലിറ്ററി അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുന്ന സമയത്ത് രണ്ട് ടേംസ് നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, വൺ വാസ് സാത്ത് ആൻഡ് ദ അതർ വാസ് ലൈക്ക് സേവർ. ഓക്കെ, സാത്ത് ആൻഡ് സേവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ലൈക്ക് നമ്മുടെ പോലീസ് അഡ്മിനിസ്ട്രേഷൻ, ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രം ലൈക്ക് കോൺസ്റ്റബിൾ, ഹെഡ് കോൺസ്റ്റബിൾ, ASI, SI, CI, DYSP, SP, സോ അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും താഴെ എന്തുണ്ട്? കോൺസ്റ്റബിൾ വരുന്നുണ്ട്. ഓക്കെ, ഒരു ഹെഡ് കോൺസ്റ്റബിൾ. അപ്പൊ ഒരു ഹെഡ് കോൺസ്റ്റബിളിന്റെ താഴെയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 2-3 കോൺസ്റ്റബിൾ ഉണ്ടായിരിക്കും. ദെൻ ഈ ഹെഡ് കോൺസ്റ്റബിളിന്റെ മുകളിലായിട്ട് ഒരു ASI ഉണ്ടായിരിക്കും. ASIക്ക് മുകളിലായിട്ട് എന്തുണ്ടായിരിക്കും? ഒരു SI ഉണ്ടായിരിക്കും. അപ്പൊ ഒരു സ്റ്റേഷൻ ഓഫീസ്, ലൈക്ക് ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസ് അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷൻ നോക്കുമ്പോൾ ഒരു SIക്ക് കീഴിലായിട്ട് സംടൈംസ് ഇറ്റ് മേ ബി ലൈക്ക് ഒരു 10 കോൺസ്റ്റബിൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒരു 10 ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു ലൈക്ക് 6 or 7 കോൺസ്റ്റബിൾസ് ഉണ്ടായിരിക്കും. ഒരു 2-3 ഹെഡ് കോൺസ്റ്റബിൾസ് ഉണ്ടായിരിക്കും. ഒരു ASI ഉണ്ടായിരിക്കും. ഓക്കെ, സോ അങ്ങനെ ഇൻ ടോട്ടൽ നോക്കുന്ന സമയത്ത് ഒരു 10ഓളം ഓഫീസേഴ്സ് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ഇത്തരത്തില് 2-3 SIകൾക്ക്, ഒരു 3-4 SIകൾക്ക് ഇൻചാർജ് ആയിട്ട് CI വരും. ഓക്കെ, അപ്പൊ ഒരു CIയുടെ കീഴിലേക്ക് നോക്കുന്ന സമയത്ത് 30ഓളം ഓഫീസേഴ്സ് ഒരു CIയുടെ കീഴിലായിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, സോ ഈ ഒരു ഹൈറാർക്കിയൽ സിസ്റ്റം നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, ആ ഒരു ഹൈറാർക്കി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതേപോലത്തെ ഒരു സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് മുഗൾസ് അവരുടെ മിലിറ്ററി സിസ്റ്റത്തിൽ ഫോളോ ചെയ്തതും ദ സെയിം വേ ആണ്, സിമിലർ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അവർ എന്ത് ചെയ്തത്? ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്നലെ നമ്മൾ പഠിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു, അതായത് ലൈക്ക് റവന്യൂ ഡിവിഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ള 2 ടേംസ് ഉണ്ടായിരുന്നു. ഓക്കെ, വൺ വാസ് ഇക്ത, ഓക്കെ, ദ അതർ വാസ് മുക്തി. ഓക്കെ, അതായത് ഇക്തദാർ, മുക്തിദാർ രണ്ടും ഞാൻ നിങ്ങൾക്ക് ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ ഇക്ത എന്ന് പറയുന്നത് ദേ ഓൺ ദ ലാൻഡ്, ഇക്തദാർസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ദേ ഓൺ ദ ലാൻഡ്. ബട്ട് മുക്തീസ് എന്തായിരുന്നു ചെയ്തിരുന്നത്? അവർ ലാൻഡ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ആ പ്രദേശത്ത് ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേഷൻ, ജസ്റ്റിസ് സിസ്റ്റം, ഓക്കെ, അതായിട്ട് ബന്ധ തർക്കങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരിഹരിച്ചിരുന്ന ആൾക്കാരായിരുന്നു മുക്തിദാർസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. ഇക്ത എന്താണ്, ഇക്തദാർ എന്താണ്, അതുപോലെ ലൈക്ക് മുക്തി എന്താണ്, മുക്തിദാർ എന്താണെന്നുള്ളത്. ഇനി ഇവിടെ നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്നതാണ് ജാഗിർദാർ. ഓക്കെ, ജാഗിർ അല്ലെങ്കിൽ ജാഗിർ ദാർ എന്ന് പറയുന്നത്. അപ്പം അന്നത്തെ കാലഘട്ടത്തില് സാത്ത്, സേവർ, ഇങ്ങനെ 2 ടേംസ് ഉണ്ടായിരുന്നു. അപ്പൊ സാത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇവിടുത്തെ ഈ ഒരു ഹൈറാർക്കിയൽ ഡിവിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ SI, SI ഈ ഒരു ഹൈറാർക്കിയൽ ഡിവിഷൻ എടുത്തല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ SIയുടെ തോളിൽ എന്തുണ്ടായിരിക്കും? ലൈക്ക് മാർക്കിങ്സ് ഉണ്ടായിരിക്കും അല്ലെ? ഓരോരുത്തർക്ക് ഒരു ബാഡ്ജ് ഉണ്ടായിരിക്കും. ആ ബാഡ്ജിൽ ഒരു സിമ്പിൾ കൊടുക്കും. ദാറ്റ് ഷോസ് ദെയർ പവർ. അവരുടെ പവർ എന്താണ്, അവരുടെ അധികാരം എന്താണ്, അവരുടെ സാലറി എത്രയാണ്, അവരുടെ കീഴിൽ എത്ര ആൾക്കാരുണ്ട്, ഈ 3 കാര്യത്തിനെയും ഇത് ഡിനോട്ട് ചെയ്യുന്നുണ്ട് ഇല്ലേ? അവരുടെ ആ ഒരു ബാഡ്ജ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് 3 കാര്യം മനസ്സിലാവും അല്ലെ? നക്ഷത്രം, അതെ, തോളിലെ നക്ഷത്രം. നമ്മൾ സാധാരണ പറയാറുണ്ട്, ലൈക്ക് പോലീസിൽ ചിലപ്പോൾ സിനിമയിലൊക്കെ നിങ്ങൾ ഡയലോഗ് കേട്ടിട്ടുണ്ടായിരിക്കും,
നിന്റെ തോളിൽ ലൈക്ക് 2 നക്ഷത്രം കൂടെ ഒക്കെ കയറും എന്നൊക്കെ പറയാറുണ്ട്. ദാറ്റ്സ് ദ നമ്പർ ഓഫ് ദ സ്റ്റാർ ഇൻക്രീസസ്. ജസ്റ്റ് സ്റ്റാർ മാത്രമല്ല, അവിടെ ഡിഫറെന്റ് സാധനങ്ങൾ വരുന്നുണ്ട്, ലൈക്ക് ക്രോസ് അവാർഡ്സ് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ ലൈക്ക് നമ്മുടെ നാഷണൽ എംബ്ലം വരുന്നുണ്ട്. അപ്പോൾ ലൈക്ക് ബേസ്ഡ് അപ്പോൺ ദാറ്റ് ഹയർ ലെവലിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നാഷണൽ എംബ്ലം, ക്ലോസ്ഡ് അവാർഡും ഒക്കെ അവിടെ വരുന്നുണ്ട്. അപ്പം ഇറ്റ് ഓൾ ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ഓഫ് ദി സ്റ്റാർ. അപ്പം ആ ഒരു എംബ്ലം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ പവർ എന്താണ്, അവരുടെ സാലറി എന്താണ്, അവരുടെ കീഴിൽ എത്രത്തോളം ആൾക്കാരുണ്ടായിരിക്കും, അതായത് അവർക്ക് എത്ര പേരെ കമാൻഡ് ചെയ്യാൻ പറ്റും, അതിനെ ഞാൻ ലൈക്ക് മിലിറ്ററി പവർ എന്ന് പറയാണ്. ഓക്കെ, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഈ എസ് ഐയുടെ കേസിൽ ഹി കമാൻഡ് 10%, ബട്ട് ദിസ് സി ഐ കമാൻഡ്സ് ഇൻക്ലൂഡിംഗ് ദിസ് എസ് ഐ. ഓക്കെ, അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. ഒരു എസ് ഐയുടെ കീഴിൽ ഇൻക്ലൂഡിംഗ് എ എസ് ഐ, ഹെഡ് കോൺസ്റ്റബിൾ, 10 പേരുണ്ട്. ഓക്കെ, ഇങ്ങനെ 3 എസ് ഐമാർക്ക് വേണ്ടിയിട്ട് ഒരു സി ഐ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സി ഐക്ക് എത്ര ആളുകളുടെ മുകളിലാണ് അധികാരമുള്ളത്? ഈസി ക്വസ്റ്റ്യൻ ആണ്. 33. യെസ്, എക്സാക്ട്ലി. ഓക്കെ, 33 എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ഐക്ക് 10 പേര്. അപ്പം 3 എസ് ഐമാരുടെ കേസിൽ തന്നെ 30 പേര് വരും. പിന്നെ ഈ എസ് ഐമാരുടെ മുകളിൽ എന്തുണ്ട്, സി ഐക്ക് കൺട്രോൾ ഉണ്ട്. അപ്പൊ ആ 3 പേരെയും കൂടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. സോ ടോട്ടൽ ഇറ്റ് വിൽ ബി 33. ഓക്കെ, ജസ്റ്റ് അവിടുന്ന് ഒരു ചോദ്യം കിട്ടിയപ്പോൾ ജസ്റ്റ് ചോദിച്ചു എന്ന് മാത്രം, കോൺടെക്സ്റ്റിൽ ചോദിച്ചു. ഐ മീൻ അതിൽ പിന്നെ കൺഫ്യൂസ് ആവുന്നു വേണ്ട, ഈസായിട്ട് എടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ക്ലിയർ. ഓക്കെ, ഞാൻ ജസ്റ്റ് അവിടെ ഒരു ചോദ്യം കണ്ടപ്പോൾ കോൺടെക്സ്റ്റിൽ ചോദിച്ചു എന്ന് മാത്രം. അപ്പം ഇവിടെ 3 കാര്യങ്ങൾ ഇത് ഡിനോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രം ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദെയർ പവർ, അവരുടെ അധികാരത്തിന് അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദെയർ സാലറി ഓർ ദ റവന്യൂ. ഓക്കെ, റവന്യൂ. മൂന്നാമത്തത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദെയർ കമാൻഡിങ് പവർ. ദ സെയിം വേ ഈ മിലിറ്ററിയിലെ സാത്ത് എന്ന് പറയുന്നത് ഇതിന് ഇക്വലന്റ് ആണ്, ഇതേപോലത്തെ സിസ്റ്റം ആണ്. സാത്ത് എന്ന് പറയുന്നതിൽ നിന്ന് ഒരു സാത്ത് പൊസിഷൻ ഉണ്ടായിരിക്കും, അതൊരു നമ്പർ ആയിരിക്കും. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് സാത്ത് പൊസിഷൻ 1000 ആയിരിക്കാം. ഓക്കെ, ചിലപ്പോൾ അത് 5000 ആയിരിക്കാം, ചിലപ്പോൾ ലൈക്ക് മാക്സിമം 5000 ആണ് വരാറ്. ഓക്കെ, ചിലപ്പോൾ ലൈക്ക് 500. ഓക്കെ, ഇങ്ങനെ സാത്ത് പൊസിഷൻ കൊടുക്കും. അപ്പം ഇതെന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദിയർ സാലറി, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദിയർ ലൈക്ക് റവന്യൂ. ഓക്കെ, ആൾസോ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദിയർ പവർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാത്ത് നമ്പർ 500 ഉള്ള ആളെ കാട്ടിയും പവർ, അല്ലെങ്കിൽ 500 ഉള്ള ആളെ കൺട്രോൾ ചെയ്യുന്നത് 1000 ഉള്ള ആളായിരിക്കും. അതിന് മുകളിലാണ് 1000ന്റെ സ്ഥാനം, അതിന് മുകളിലാണ് 5000ന്റെ സ്ഥാനം. ഓക്കെ, ഇന്നത്തെ പോലെ ഇങ്ങനെ ഈ ഒരു സിസ്റ്റം അല്ല, മറിച്ച് സാത്തിൽ നമ്പേഴ്സ് ആണ് കൊടുക്കുന്നത് എന്നുള്ള ഒരു ഡിഫറൻസ് മാത്രം. ഇത് ക്ലിയർ ആണോ? ഓക്കെ, ഹാസന ക്ലിയർ ആണോ സാത്തിന്റെ ഒരു സിസ്റ്റം? ഇനി അക്കോർഡിംഗ് ടു ദിസ് സാത്ത്, ഇയാളുടെ സാത്തിന്റെ പൊസിഷൻ എന്താണ്, നമ്പർ എന്താണോ അതിന് ഇക്വലന്റ് ആയിട്ടായിരിക്കും അയാൾക്ക് സാലറി കിട്ടുന്നത്. ഓക്കെ, അയാൾക്ക് സാലറി കിട്ടുന്നത് ഇതിന് ഇക്വലന്റ് ആയിട്ടായിരിക്കും. ഇനി ആ കിട്ടുന്ന സാലറിക്ക് അനുസരിച്ചിട്ട് ഹി ഹാസ് ടു മെയിൻറ്റെയിൻ ദ മിലിറ്ററി. ഓക്കെ, ആ കമാൻഡിങ് പവർ അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു മിലിറ്ററി പവറും അയാൾ മെയിൻറ്റെയിൻ ചെയ്യണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഈ സാത്തുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് ഈ പവറും അതുപോലെ തന്നെ സാലറിയും ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പൊ സാത്തുമായിട്ട് ഡയറക്ട്ലി ബന്ധപ്പെട്ട് കിടക്കുന്ന 2 കാര്യം, ഒന്ന് പവറും, രണ്ടാമത്തത് അയാളുടെ സാലറി ആണ്. ഓക്കെ, പിന്നെ അക്കോർഡിംഗ് ടു ദിസ് സാത്ത് ഹി ഹാസ് ടു മെയിൻറ്റെയിൻ ദ സേവർ. ഓക്കെ, സേവർ അല്ലെങ്കിൽ ലൈക്ക് സേവർ, വാട്ട് എവർ യു ക്യാൻ പ്രൊനൗൺസ്. ചില ബുക്കുകളിൽ ഇത് Z ആണ്, ചില ബുക്കുകളിൽ ഇത് S ആണ്. NCERT S ആയിട്ടാണ് കൊടുത്തത്. സാധാരണ ഞാൻ സാത്ത് ആൻഡ് സേവർ എന്നുള്ളതിന് Z ആണ് കണ്ടിട്ടുള്ളത്. എനിവേ അതൊരു ഫോറിൻ വേർഡ് ആണ്, ഈ ഒരു രൂപത്തിലേക്ക് ഇംഗ്ലീഷിലേക്ക് എഴുതുമ്പോൾ എനിവേ യു ക്യാൻ പ്രൊനൗൺസ്. അപ്പം സാത്ത് ആൻഡ് സേവർ. അപ്പൊ ഈ സേവറിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ് ആൾസോ ഇൻഡിക്കേറ്റ്സ് ദ കമാൻഡിങ് പവർ. പക്ഷേ ചില സമയത്ത് ഈ സാത്തിന് ഇക്വലന്റ് ആയിരിക്കണം എന്നില്ല. ഓക്കെ, അതായത് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഈ 100 ആൾക്ക് മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ആർമി പവർ എന്ന് പറയുന്നത് 100 ആണ്. ഓക്കെ, മാക്സിമം 1000 അല്ല, 100 എന്നുള്ള സാത്തുള്ള ആൾക്ക് മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് 100 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാക്സിമം ആണ്. അപ്പം ഇയാളുടെ പവർ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് 50 എന്ന് പറയാം. ഓക്കെ, കിങ്ങിന് എന്ത് പറയാം, സാത്ത് 50 ഉള്ള ഏതെങ്കിലും ഒരു പ്രദേശത്തുള്ള സേ ഫോർ എക്സാമ്പിൾ ഇവിടെ. ഓക്കെ, ഇവിടെ നോക്കുന്ന സമയത്ത് ഈ രാജ്യത്തിനെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ മുഗളിനെ സംബന്ധിച്ചിട്ട് ഇവിടുന്ന് പ്രത്യേകിച്ച് ആക്രമണങ്ങളൊന്നും വരാനില്ല. അപ്പം ഇവിടേക്ക് ഒരുപാട് മിലിറ്ററിനെ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഇവിടെ ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ 100 പേരുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടുന്നാണ് കൂടുതൽ ആക്രമണം വരുന്നത്. അപ്പം ഇവിടെയുള്ള ആളുടെ അടുത്ത് 50 ഇയാൾക്ക് സാത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും, അല്ലെങ്കിൽ 50 പടയാളികളെ ഇവിടെ ഉള്ളെങ്കിൽ ഇവിടെ നിന്നുള്ള 50 പേരെ ഇങ്ങോട്ടേക്ക് കൊടുക്കും. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും, 100 ആക്കും, ഇവിടെ 50 ആക്കും. ഓക്കെ, അപ്പം മാക്സിമം കപ്പാസിറ്റിയാണ് ഇത് കാണിക്കുന്നത്. സേവർ എന്ന് പറയുന്നത് ഇതിന് ഡയറക്റ്റ് പ്രപ്പോർഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, പക്ഷേ സാത്ത് നമ്പർ എന്ന് പറയുന്നത് പവറിനെയും സാലറിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആള് 100 പേര് മെയിൻറ്റെയിൻ ചെയ്താലും 50 പേര് മെയിൻറ്റെയിൻ ചെയ്താലും ഇയാൾക്കുള്ള സാലറിയും സെയിം ആയിരിക്കും. അതേ കേസ് തന്നെയാണ് ഇവിടെ വരുന്നത്. അതായത് ഇപ്പം കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേഷനിലാണെങ്കിൽ അവിടെ ഒരു SIക്ക് കീഴിൽ ചിലപ്പം 20 ആൾക്കാരുണ്ടായിരിക്കാം. ASIയും ഹെഡ് കോൺസ്റ്റബിളും ഒക്കെ അടക്കം 20 പേരുണ്ടായിരിക്കാം. പിന്നെ അത്രത്തോളം ഒരു പവർഫുൾ അല്ലാത്ത, അത്രത്തോളം ആൾക്കാർ ആവശ്യമില്ലാത്ത ഒരു സ്റ്റേഷനാണ് എന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ 8 പേരെ കാണുള്ളൂ. കാരണം അവിടെ കാര്യമായിട്ട് എന്തില്ല, ആക്രമണങ്ങളോ കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല.
അപ്പൊ അവിടുത്തെ സ്ട്രെങ്ത് കുറവായിരിക്കും. ദ സെയിം വേ പക്ഷെ ഈ എസ് ഐക്കും കിട്ടുന്ന സാലറിയും പവറും സെയിം ആണ്. ഓക്കെ, ഇപ്പൊ പറഞ്ഞ കാര്യം ക്ലിയർ ആകുന്നുണ്ടോ? അസ്ന ക്ലിയർ ആണോ? പക്ഷെ നേരത്തെ 100 എന്ന് പറഞ്ഞത് ഏത് 100 200 ഇതാണോ? സാർ, നേരത്തെ ഒരു 100, അതിന്റെ മുകളിൽ ഒരു 100 സാത്താണെങ്കിൽ 100 അങ്ങനെ എന്തോ സാർ പറഞ്ഞു, മനസ്സിലായി. അതായത് സാത്ത് 100 ആണെങ്കിൽ അയാൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ആർമി എന്ന് പറയുന്നത് 100 ആണ്. 100 പേരെ വരെ അയാൾക്ക് കൺട്രോൾ ചെയ്യാം. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 പേരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ അനുവദിക്കുമെന്നോ അല്ലെങ്കിൽ 100 പേരെ തന്നെ അയാൾ കൺട്രോൾ ചെയ്യണം എന്നല്ല. അതിന്റെ താഴത്തേക്കുള്ള എത്ര നമ്പർ ആവാം, ചിലപ്പോൾ അത് 10 ആവാം, 20 ആവാം, ഓക്കെ 80 ആവാം, 100 ആവാം, എനി നമ്പർ. പക്ഷെ 100ന് മുകളിലേക്ക് പോകാൻ പാടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒരു മുള്ളും കുരിശുമ്പല് അല്ലെങ്കിൽ ലൈക്ക് നമ്മൾ പറയാറുണ്ട് മുൾക്കിരീടം, അത് അണിഞ്ഞിട്ടാണ് ഈ ഓരോ രാജാക്കന്മാരും നിൽക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഏതെങ്കിലും ഒരാൾ വളരെ സ്ട്രോങ് ആയിട്ട് വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇയാൾ സ്ട്രോങ് ആകുന്ന സമയത്ത് ഇയാൾക്കറിയാം ഇയാൾ സ്ട്രോങ് ആയാൽ ഇയാൾ ഇവിടുന്ന് ആക്രമിക്കുന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇയാൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയാൽ ഇയാൾ കയറി ഇയാൾ ആക്രമിച്ചിട്ട് അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കും. ആ ഒരു അധികാര വടംവലി നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാളും ഒരുപാട് സ്ട്രോങ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ആർമിയെ എപ്പോഴും ലിമിറ്റ് ചെയ്ത് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആർമി 5000 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഉള്ള ഒരു റൂളർ അയാൾക്ക് 5000 പേരെ ഇയാളുടെ പടയാളികളായിട്ട് വെക്കാൻ പറ്റുമെന്ന് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലെപ്പോഴും കൂടിക്കഴിഞ്ഞാൽ ഈ രാജാവ് ഇന്റർഫിയർ ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവിന്റെ പക്കൽ 50,000 ആർമി ഉണ്ടായിരിക്കും. അപ്പൊ ഇയാളുടെ അടുത്ത് മാക്സിമം 5000 ആണെങ്കിലും രാജാവിന് വന്നിട്ട് ഇയാൾ എന്ത് ചെയ്യാം, അടിച്ചമർത്താൻ പറ്റും. നേരെ മറിച്ച് ഇയാൾക്ക് അങ്ങനെ ഒരു നിയന്ത്രണം വെച്ചിട്ടില്ല. ഇയാളും ഒരു 50,000 ആർമിനെ ഉയർത്തുക എന്ന് വിചാരിക്കുക. അപ്പൊ പിന്നെ ഇവിടെ ഈക്വൽ ഫോഴ്സ് ആയി. ഇയാൾക്ക് കുറച്ചുകൂടെ ടാക്ടിക്സ് ഉണ്ടെങ്കിൽ രാജാവിനെ തന്നെ പുറത്താക്കിയിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം, അധികാരത്തിലേക്ക് വരാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടോട്ടൽ ഒരു മാക്സിമം ലിമിറ്റേഷൻ അവിടെ വെച്ചിട്ടുള്ളത്. ഇതിന് താഴത്തേക്ക് ചിലപ്പം ഇത്രത്തോളം ആവശ്യമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് 80, 40, 60 ഒക്കെ ആയിട്ട് കുറയ്ക്കാറുണ്ട് എന്നത് മാത്രം മനസ്സിലാക്കി വെക്കുക. മാക്സിമം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് 5000 ആയിരുന്നു സാത്ത് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണ്? ഓക്കെ, ഇനി ഇതിന് മറ്റൊരു കാര്യം കൂടെ ഇൻക്ലൂഡ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഇത്തരത്തിൽ സാത്ത് പൊസിഷനിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്നത് പ്രിയപ്പെട്ട ആൾക്കാരായിരിക്കും, അതായത് രാജാവിന് വേണ്ടപ്പെട്ട ആൾക്കാരായിരിക്കും. അങ്ങനെ ആകുന്ന സമയങ്ങളിൽ മാത്രം ഈ സാത്ത്, ഞാൻ നേരത്തെ പറഞ്ഞു സാത്തിന് ഇക്വലന്റ് ആയിട്ടായിരിക്കും സാലറിയും അതുപോലെ തന്നെ ഇവരുടെ പവറും എന്ന് പറഞ്ഞു. പക്ഷെ ചില സമയത്ത് മാത്രം ഈ സാത്തിലുള്ള ആളുകൾക്ക് ചിലപ്പം കൂടുതൽ സാലറി കിട്ടും. അതായത് 5000, ബാക്കി എല്ലാവർക്കും 5000 കിട്ടുമ്പോൾ ചിലപ്പോൾ അത് രാജാവിന്റെ ഏതെങ്കിലും ഒരു പ്രിൻസസോ അല്ലെങ്കിൽ രാജാവിന്റെ ഏതെങ്കിലും ഒരു പ്രിൻസോ അങ്ങനെ ബന്ധപ്പെട്ട ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യും, സാലറി 10,000 കൊടുക്കും. അതൊരു എക്സെപ്ഷണൽ കേസാണ്. ജസ്റ്റ് കോണ്ടെക്ച്വലി പറഞ്ഞു വെച്ചു എന്ന് മാത്രം, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്ത് പറഞ്ഞെന്ന് മാത്രം. അതിപ്പോ നിങ്ങൾ അറിയേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഡെപ്തിലേക്ക് പോകേണ്ട കാര്യമില്ല. തൽക്കാലം സാത്ത് ആൻഡ് സേവർ മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ സാത്തും സേവറും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ക്ലിയർ ആണോ? ഹസ്ന ക്ലിയർ ആണോ? ഓക്കെ, ഗുഡ്. അപ്പൊ സാത്തും സേവറും നിങ്ങൾക്ക് ക്ലിയർ ആയി. ഓക്കെ, ഇനി ഈ സാത്തിലുള്ള ആളുകൾക്ക് ഞാൻ പറഞ്ഞു സാലറി കൊടുക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, ഈ സാലറി എങ്ങനെ കൊടുക്കും, അതൊരു ചോദ്യമാണല്ലോ. അപ്പൊ രാജാവിന് നേരിട്ട് ലൈക്ക് മൊത്തം സാലറി കളക്ട് ചെയ്ത് രാജാവ് എല്ലാവർക്കും ഇന്നത്തെ പോലെ ലൈക്ക് ബാങ്കിലേക്ക് അന്നത്തെ ദിവസം 31ാമത്തെ ദിവസം കഴിഞ്ഞ 1-ാം തീയതി കറക്റ്റ് ബാങ്കിലേക്ക് സാലറി ഇട്ട് കൊടുക്കുന്ന അങ്ങനത്തെ ഒരു സിസ്റ്റം അന്നില്ല. അപ്പം രാജാവ് അന്ന് എന്താ ചെയ്തിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാത്ത് പൊസിഷൻ അനുസരിച്ചിട്ട് അയാൾക്ക് ഓരോ പ്രദേശം അസൈൻ ചെയ്ത് കൊടുക്കും. രാജ്യത്തിന്റെ ഓരോ പ്രദേശങ്ങൾ എന്ത് ചെയ്യും, ഓരോ ആൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കും, ഓരോ പൊസിഷനിലുള്ള ആളുകൾക്ക്. ഇവിടെ നിന്നുള്ള റവന്യൂ ഇയാൾക്ക് കളക്ട് ചെയ്യാം. അതായത് ഇപ്പൊ സാത്ത് 100 വരുന്ന ഒരാൾക്ക് കൊടുക്കുന്ന പ്രദേശത്തിന്റെ സൈസ് ചെറുതായിരിക്കാം. ഓക്കെ, സാത്ത് 200 ആകുന്ന സമയത്ത് കുറെ കൂടെ വലിയ പ്രദേശം അയാൾക്ക് കൊടുക്കും. അപ്പൊ അയാൾക്ക് കുറെ കൂടെ കൂടുതലായിട്ടുള്ള സ്ഥലത്ത് നിന്ന് നികുതി കളക്ട് ചെയ്യാം, കുറെ കൂടെ ഹയർ എമൗണ്ട്. പക്ഷെ കളക്ട് ചെയ്യാവുന്ന നികുതി ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഇവിടുന്ന് ഇയാൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നികുതി എന്ന് പറയുന്നത് 100 ആണ്. ഇവിടുന്ന് 200 ആൾക്ക് മാക്സിമം കളക്ട് ചെയ്യാൻ പറ്റുന്നത് 200 ആണ്. ഓക്കെ, ദെൻ അതുപോലെ 5000 ആകുന്ന സമയത്ത് കുറെ കൂടെ വലിയ പ്രദേശം അയാൾക്ക് എന്ത് ചെയ്യും, റവന്യൂ കളക്ട് ചെയ്യാൻ കൊടുക്കും. പക്ഷെ അവിടുന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം റവന്യൂ 5000 എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, നിജപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇത് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇത്തരത്തില് ലാൻഡ് ഓണർഷിപ്പ് കൊടുക്കുന്നതിന് നമ്മൾ ഇന്നലെ പഠിച്ച പേരാണ് ഇക്ത എന്ന് പറയുന്നത്. ഓക്കെ, ഇക്തദാർ അല്ലെങ്കിൽ ഇക്ത എന്ന് പറയുന്നത്. അപ്പൊ ഇക്ത എന്ന് പറയുന്നത് കുറെ കൂടെ എന്താണ്, റവന്യൂ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് ക്ലിയർ ആയല്ലോ? ഇക്ത എന്ന് പറയുന്നത് റവന്യൂ കളക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ ഫൈൻ. ഇനി ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഞാൻ എന്തിനാ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഓൾറെഡി നമുക്ക് ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഓക്കെ, ഇക്തദാർസ് എന്താണ്, ജാഗിർദാർസ് എന്താണ്, അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഡൽഹി സുൽത്താനേറ്റിൽ വരുന്ന സാധനങ്ങൾ ഇതില് വരുന്നില്ലല്ലോ? ഇല്ല, ഇതിലേക്ക് വരുന്നില്ല. പക്ഷെ അതിനെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, മാൻസബ്ദാർ എന്നുള്ള പേരിലേക്ക് മാറ്റിയെടുക്കുന്നത്. സെയിം തന്നെ ഇക്ത സിസ്റ്റത്തിന് ജസ്റ്റ് ഒന്ന് പേര് മാറ്റിയിട്ട് എടുത്തു എന്നുള്ളത് മാത്രം. ഓക്കെ, ഇറ്റ് വാസ് മച്ച് സിമിലർ ടു ദ ഇക്ത സിസ്റ്റം. കാരണം നമ്മൾ അവിടെ പഠിച്ചത് കൊണ്ട് ഞാൻ അത് ഇവിടെയും സെയിം ടേമിലേക്ക് എടുത്തു എന്ന് മാത്രം. നിങ്ങൾ ഇത് ലൈക്ക് റീഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. ഇറ്റ് വാസ് മച്ച് സിമിലർ ടു ദ ഇക്ത സിസ്റ്റം. ബട്ട് ദ ഡിഫറൻസസ് ഈ സാത്ത് ആൻഡ് സേവർ എന്ന് പറയുന്ന ഒരു സാധനം വരുന്നുണ്ട്. സാത്തിന് പ്രപ്പോർഷൻ ആയിട്ട് ആണ് ഇത് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഡിഫറൻസ് വന്നു എന്നുള്ളത് മാത്രം. ഓക്കെ, so here somewhere it says you can read about it. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം
ഇൻ ഡീറ്റെയിൽ ആയിട്ട് മാൻസബ്ദാറും ജാഗിർദാർസും തമ്മിലുള്ള ഡിഫറൻസ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് വിത്ത് എക്സാമ്പിൾ. ഓക്കെ, ഇനി നമ്മൾ UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് ഏരിയ ഡിസ്കസ് ചെയ്തല്ലോ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു സം ഓഫ് ദി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. PYQൽ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. സോ ദിസ് വാസ് വൺ ക്വസ്റ്റ്യൻ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. വിത്ത് റെഫറൻസ് ടു മുഗൾ ഇന്ത്യ, വാട്ട് ഈസ് ഓർ ആർ ദ ഡിഫറൻസ് ഓർ ഡിഫറൻസസ് ബിറ്റ്വീൻ ജാഗിർ ആൻഡ് ജമീന്ദാർ? ഓക്കെ, സോ ആ ജാഗിർദാർസ് എന്താന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ യു വിൽ ഗെറ്റ് ദി ഐഡിയ. ഓക്കെ, സോ ഇവിടെ ആക്ച്വലി ഇത് തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ജാഗിർദാർ എന്ന് പറയുന്നത് ദ റവന്യൂ റൈറ്റ്സ്. ജമീന്ദാർ ആകുന്ന സമയത്ത് ഹി ഹാഡ് ദി ജുഡീഷ്യൽ പോലീസ് അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ്. അപ്പൊ തിരിച്ചും മറിച്ചും അങ്ങോട്ടേക്ക് കൊടുത്തു എന്ന് മാത്രം. Then land assignments to the Jagirdars were hereditary. Revenue rights of the Zamindars were not hereditary. Okay, this was also hereditary. Okay, ഒരു ജമീന്ദാർ കഴിഞ്ഞാൽ അടുത്ത ജമീന്ദാർ, അങ്ങനെ ഒരു ഹെറിഡിറ്ററി സിസ്റ്റം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ജസ്റ്റ് രണ്ട് കാര്യങ്ങൾ കുറെ കൂടെ ഡെപ്തിലേക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ യു വിൽ ലേൺ അബൌട്ട്. അപ്പം ആ രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ദിസ് വാസ് ഓൾസോ വൺ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വിത്ത് റെഫറൻസ് ടു മിഡീവൽ ഇന്ത്യ. ആ ഒരു കറക്റ്റ് ഡിവിഷൻ എന്താണ് എന്നുള്ള രൂപത്തിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് സർക്കാർ ആയിരുന്നു. സർക്കാരിനെ ഡിഫറെന്റ് പാരഗ്രാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഫൈനലി ഇറ്റ് കംസ് ടു ദ സുബ. ഓക്കെ, സോ അത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, സോ ആ രൂപത്തിലുള്ള ഡിവിഷൻസ് അതും എന്ത് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ദെൻ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത് എത്തിയിട്ടില്ല. ഓക്കെ, സോ വൺസ് വി റീച്ച് ദിയർ വി വിൽ ഗെറ്റ് ദി ആൻസേഴ്സ് ടു ദിസ് ക്വസ്റ്റ്യൻസ് ആൾസോ. ബട്ട് ഈ ക്വസ്റ്റ്യൻസിനൊക്കെ കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ നിങ്ങൾക്ക് ഹിസ്റ്ററി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ കിട്ടുള്ളൂ. ബട്ട് എനിവേ ഇങ്ങനെയൊക്കെ പ്രീവിയസ് ഇയറിലെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, ദെൻ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ലൈക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കാര്യമാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഡിസ്കഷൻ ബാക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, സാത്ത് സേവർ ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്ത് ചെയ്തു, അസൈൻ ചെയ്ത് കൊടുത്തു. ഈ അസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ലാൻഡ് ഞാൻ പറഞ്ഞു റവന്യൂ കളക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ഈ റവന്യൂ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പണ്ടുണ്ടായിരുന്ന അലാവുദ്ദീൻ ഖിൽജിയുടെ അതേ സിസ്റ്റമാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു അലാവുദ്ദീൻ ഖിൽജിയുടെ സാധനം പിന്നീട് ഷേർഷാ സൂരി അഡോപ്റ്റ് ചെയ്യും. ആ ഷേർഷാ സൂരിയിൽ നിന്ന് അക്ബറിന്റെ മന്ത്രി ആയിട്ടുണ്ടായിരുന്ന തോഡർമാർ. ഓക്കെ, തോഡർമാർ. സോ അക്ബറിൽ നിന്ന് എന്ത് ചെയ്യും, അങ്ങനെ അക്ബർ അത് അഡോപ്റ്റ് ചെയ്യും എന്ന് ഞാൻ അന്ന് ലൈക്ക് ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എടുക്കുന്ന സമയത്ത് ഇറ്റ് കംസ് ഫ്രോം ദ അലാവുദ്ദീൻ ഖിൽജി, അദ്ദേഹത്തിന്റെ മാർക്കറ്റ് റീഫോംസ് അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ സമയത്ത് ഈ ഒരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എനിവേ ലൈക്ക് ഓർക്കുന്നില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ആ ക്ലാസ് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഇവിടെ ഇത്രയും കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം, അതായത് വരുന്നത് അലാവുദ്ദീൻ ഖിൽജിയുടെ അടുത്തു നിന്നാണ് എന്നുള്ളത്. ഓക്കെ, സോ ഇങ്ങനെ ഈ ഇക്ത കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ലാൻഡ് അസൈൻ ചെയ്ത് കൊടുത്തു. അപ്പൊ ഓരോ ലാൻഡിന്റെയും ഫെർട്ടിലിറ്റി ഡിഫറെന്റ് ആണ്. ഓക്കെ, ഓരോ ലാൻഡിനും ഡിഫറെന്റ് ഫെർട്ടിലിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. ചില പ്രദേശത്ത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരേ സമയം ലൈക്ക് ഒരു വർഷം തന്നെ 2-3 കൾട്ടിവേഷൻ ചെയ്യും. എല്ലാ വർഷവും അവിടെ കൾട്ടിവേഷൻ നടക്കും. പക്ഷെ ചില പ്രദേശത്ത് 2 വർഷം കൂടുമ്പോഴേക്കായിരിക്കും കൾട്ടിവേഷൻ നടക്കുന്നത്. ചില പ്രദേശത്ത് 3-4 വർഷത്തിൽ ഒരിക്കലൊക്കെയാണ് കൾട്ടിവേഷൻ നടത്താറുള്ളത്. ഓക്കെ, ചില പ്രദേശത്ത് തീരെ കൾട്ടിവേഷൻ നടക്കാത്ത പ്രദേശങ്ങളുണ്ട്. അപ്പൊ എല്ലാ പ്രദേശത്തു നിന്നും ഒരേപോലെ ടാക്സ് നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഓക്കെ, ഫൈൻ. അപ്പൊ എല്ലാ പ്രദേശത്തു നിന്നും നമുക്ക് ഇതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള ടാക്സ് കളക്ഷൻ സാധ്യമല്ല എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാം. ഇനി ഇപ്പൊ നമ്മളിങ്ങനെ പ്രോപ്പർ ആയിട്ട് എല്ലാ വർഷവും ഒരേപോലെ തന്നെ കൾട്ടിവേഷൻ നടക്കുന്ന ഈ ഒരു പ്രദേശത്തിന് കൺസിഡർ ചെയ്യണം എല്ലാ വർഷവും. ഓക്കെ, ഇയർ ബേസിൽ അവിടെ നമുക്ക് കൾട്ടിവേഷൻ ഉണ്ട്, അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഹാർവെസ്റ്റ് നടക്കുന്നുണ്ടെങ്കിൽ ആ ലാൻഡിനെ പറയുന്ന പേരാണ് പൊളജ്. ഓക്കെ, പൊളജ് ലാൻഡ് എന്ന് പറയുന്നത്. ദെൻ അതേപോലെ തന്നെ ഒരു 2-3 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് കൾട്ടിവേഷൻ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും, പരൗതി എന്ന് പറയും. ഓക്കെ, പരൗതി ഓർ ലൈക്ക് പരുതി, വാട്ടർ യു ക്യാൻ പ്രൊണൗൺസ്, പരൗതി എന്ന് പറയും. ഓക്കെ, സോ ഫസ്റ്റ് ഇസ് ലൈക്ക് ദ പൊളജ് ലാൻഡ്, രണ്ടാമത്തത് പരൗതി എന്ന് പറയും. പിന്നെ വരുന്നതാണ് ഛാജർ എന്ന് പറയുന്നത്. ഓക്കെ, ഛാജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 to 5 ഇയേഴ്സിൽ ഒരിക്കലായിരിക്കും ഇവിടെ എന്ത് നടക്കുന്നത്, കൾട്ടിവേഷൻ നടക്കുന്നത്. ഛാജർ ലാൻഡിൽ 3 to 5 ഇയേഴ്സിൽ ഒരിക്കൽ മാത്രമായിരിക്കും കൾട്ടിവേഷൻ നടക്കുന്നത്. ആൻഡ് ഫൈനലി ലൈക്ക് കഴിഞ്ഞൊരു 5 വർഷം അല്ലെങ്കിൽ കുറെ കാലമായിട്ട് കൾട്ടിവേഷൻ ഒന്നും നടക്കാത്ത ഒരു ലാൻഡ്, 5 വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് കൾട്ടിവേഷൻ ഒന്നും നടക്കാത്ത ലാൻഡിനെയാണ് നമ്മൾ ബഞ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് കുറെ കൂടെ എന്താണ് നമ്മുടെ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ്. ഓക്കെ, PCപിന്നെ ഇവിടെ വരുന്നത് പരവതിയാണ്, P ആണ് വരുന്നത്, PO ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എക്സാക്ട് ഓർഡർ അറിയണമെന്നൊന്നുമില്ല. ഓക്കെ, ബട്ട് അതൊരു റിവേഴ്സ് ഓർഡറിലാണ്. 5 വർഷം അതിൽ കൂടുതലോ കൾട്ടിവേറ്റ് ചെയ്യാത്തതാണ് B വരുന്നത്. 3 to 5 ഇയേഴ്സ് വരുന്നത് C ആണ് വരുന്നത്. 2 to 3 ഇയേഴ്സ് വരുന്നത് PA ആണ് വരുന്നത്.
റെഗുലർലി കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഈ O ആണ് വരുന്നത്, പൊളജ് ആണ്. അപ്പൊ ആ ഒരു ഓർഡർ മാത്രം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ഞാൻ കാണിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രോപ്പർലി ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്. യു ക്യാൻ ജസ്റ്റ് ട്രൈ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചു നോക്കും. വിത്ത് റെഫറൻസ് ടു ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ്. പരവധി ലാൻഡ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഓർഡറിൽ വരുന്ന സമയത്ത് BA വരണം, പിന്നെ C വരണം, പിന്നെ PA വരണം, പിന്നെ PO വരണം. അപ്പൊ ഇത് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യണം, ഓർഡർ ചേഞ്ച് ചെയ്യണം. എന്നിട്ട് തിരിച്ച് ഓർഡർ ചെയ്താൽ മതി. ഓക്കെ, 5 years or more കറക്റ്റ് ആണ്.